ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാരിലും LDF-ലും ആശയക്കുഴപ്പം തുടരുകയാണ്. എല്ലാം തീരുമാനിക്കേണ്ടത് കോടതിയാണെന്ന് പറഞ്ഞ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒഴിയുമ്പോൾ മറ്റു ചില മന്ത്രിമാർക്ക് ആ അഭിപ്രായമില്ല. മന്ത്രിമാർ പ്രത്യേകം അഭിപ്രായം പറയേണ്ടതില്ലെന്ന് KN ബാലഗോപാലിനെ തിരുത്തി മന്ത്രി K രാജൻ രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ വിശദീകരണത്തോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാരിന്റെ തലവേദന ഒഴിയുമെന്നായിരുന്നു സർക്കാരിന്റെയും CPIM-ന്റെയും കണക്കുകൂട്ടൽ. സർക്കാരിന്റെ ഇരട്ടത്താപ്പ് പ്രതിപക്ഷം ആയുധമാക്കുന്നതിനിടെ നിയമ നടപടിയെക്കുറിച്ച് KN ബാലഗോപാലിന്റെ പ്രതികരണം വന്നു. ഇതോടെയാണ് മുന്നണിക്കുള്ളിലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുറത്തുവന്നത്. എല്ലാ തീരുമാനവും എടുക്കേണ്ടത് കോടതിയെന്നാണ് വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. കോടതിയുടെ മുമ്പാകെ ഇപ്പോൾ വിഷയം വന്നിരിക്കുന്നു. ആ വിശദീകരിച്ചതിനപ്പുറം പ്രത്യേകിച്ച് ഇനി ഒന്നും ഈ കാര്യത്തിൽ നമുക്ക് പറയാനുണ്ട്. സർക്കാരിന് ആരെയും രക്ഷിക്കാനില്ലെന്നും തുടർ നടപടികൾ കോടതി നിർദ്ദേശം അനുസരിച്ച് സ്വീകരിക്കുമെന്നും നിയമമന്ത്രി P രാജീവ്. ഒരാളെയും സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെന്റിന്റെ കയ്യിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ DGP-ക്ക് കൊടുത്തു. അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് കത്തുകളുടെയും ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പറഞ്ഞതായിട്ട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയല്ലോ. KN ബാലഗോപാലിന്റെ പരസ്യ പ്രതികരണത്തിൽ വിയോജിപ്പ് അറിയിച്ച് മന്ത്രി K രാജനും രംഗത്തെത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഓരോ മന്ത്രിമാരും ഓരോ പാർട്ടിയും പറയേണ്ട ഒരു ഘട്ടമായിട്ടില്ല. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ആ കാര്യത്തിൽ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചത്. കോൺക്ലേവ് അല്ല, നടപടിയാണ് വേണ്ടതെന്ന് ആനി രാജയും പ്രതികരിച്ചു. ബന്ധപ്പെട്ട മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കം ഇരുന്നു കൊണ്ട് ഇതിൽ എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളതിനെ കുറിച്ച് ആലോചന എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊരു അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയും ഈ സാംസ്കാരിക വകുപ്പിന്റെയോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെയോ ഭാഗത്തൊന്നും ഉണ്ടാകരുത്. വിഷയത്തിൽ എങ്ങനെ പ്രതിരോധം തീർക്കണമെന്നുള്ള കാര്യം ഇന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുന്നുണ്ട്. 24 തിരുവനന്തപുരം.